ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ പിന്നെയും ചെയ്തുകൊണ്ട് നിൽക്കട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഈത്തപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴം എടുത്തിട്ട് കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ സ്കൂളൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെയ്പ്പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയല്ലോ രാവിലെ. അപ്പോൾ അതിൻ്റെ ഒപ്പരമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വലിയുള്ളി അതുപോലെ തന്നെ ഒരു തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടിയല്ല വെച്ചാൽ പച്ചമുളക് കുറച്ചധികം തന്നെ എടുത്ത രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അപ്പം ഇത് വലിയുള്ളി ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് മതിയാവും കേട്ടോ. ഞാനിതിൽ പുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ തക്കാളി ഒന്ന് മതിയാവും. തക്കാളി ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് നല്ലോണം തന്നെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം തന്നെ ക്ലീൻ ആക്കി എടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഈ എണ്ണൻ്റെ അകത്ത് കുറച്ച് നേരം ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ട് വരും കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നല്ലോണം ഒന്നും കൂടി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ച ചൊവ വിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളി നേരത്തെ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പുളി പിഴിഞ്ഞിട്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു കുറച്ചൊരു ലൂസാകുന്നത് വരെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം വെന്തൊന്ന് കുറുകി വരണേ. അതുവരെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെന്ത് നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ഉലുവയും കുറച്ച് കടുകും രേഷം മതിയാവും കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുക് ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ലാസ്റ്റ്. പിന്നെ നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ റെസിപ്പിക്കായി ഇനിയും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.